ഓക്കെ, ഇനി അടുത്ത ആൾ വരാം. ഷെയറിങ് ആൻഡ് ചോദ്യവും. ഞാൻ ബ്രദറിൻ്റെ ധ്യാനം ഇങ്ങനെ ആദ്യമായിട്ടാണ് കൂടുന്നത്, അതുകൊണ്ട് ചോദിക്കുന്നത് വിവരമില്ലായ്മയാണെങ്കിൽ ക്ഷമിക്കണം. അല്ല, ചോദിക്കുന്നത് വിവരമില്ലായ്മയാണ്. എല്ലാവരും പ്രായമായ ആൾക്കാരോടാണ് പറയുന്നത്. അന്നേരം ഞാൻ ഇങ്ങനത്തെ കാര്യം ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ടുണ്ടായ സംശയമായിരിക്കാം. ഞാൻ ഈ ധ്യാനം കൂടിയ സമയത്ത് കുമ്പസാരത്തിൻ്റെ കാര്യമാണ്. കുമ്പസാരത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് കൃത്യമായി ഒരു കൂടുതൽ ബോധ്യം കിട്ടിയത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് നിൻ്റെ പാപം ക്ഷമിക്കപ്പെടുന്നത്. അതല്ലാതെ നീ കുമ്പസാരിക്കുന്നതിലെ, നീ നിയമങ്ങൾ പാലിക്കുന്നതിലെ നിൻ്റെ ശ്രദ്ധ അതിലെ മികവ് കൊണ്ട്, അനുതാപത്തിൻ്റെ കണ്ണുനീരിൻ്റെ അളവ് കൊണ്ടോ അല്ല. പക്ഷേ കുമ്പസാരത്തെപ്പറ്റി പറയുന്നതിൽ ബ്രദർ പറയാത്തത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് അത് കേൾക്കാത്തത് കൊണ്ടൊരു കുറവ് ഫീൽ ചെയ്യുന്നു. സഭയെയാണ് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്. പാപങ്ങൾ മോചിക്കാനുള്ള അധികാരം സഭയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ ബ്രദർ പറയുന്നത് കേട്ടപ്പോൾ ശരിക്കും അപ്പോൾ ഞാനും പലയിടത്ത് പറഞ്ഞിട്ടുള്ളതാണ്, കുമ്പസാരത്തിലൂടെ സഭയെ, അപ്പസ്തോലന്മാരെയാണ് കർത്താവ് പാപങ്ങൾ മോചിക്കാൻ അഴിക്കുന്നത് അഴിയും, കെട്ടുന്നത് കെട്ടും എന്ന് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് വെച്ച് നീ വിശ്വസിച്ചാൽ രക്ഷ പ്രാപിക്കും. അപ്പോൾ പ്രൊട്ടസ്റ്റന്റുകാർ പറയുന്നതും വേറൊന്നുമല്ലല്ലോ, സോളാഫിദെ, നിന്റെ വിശ്വാസം മാത്രം മതി. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ യുവജനധ്യാനമൊക്കെ നടത്തുന്ന സമയത്ത് ഞാൻ ഒരു 4-5 പാവത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് ആകപ്പാടെ ഈ ഇരിക്കുന്ന യുവന്മാരെ ഒതുക്കണമെങ്കിൽ നമ്മൾ ഭീകരമായ രീതിയിൽ വെടിവെച്ചാലേ ഇവരിയ്ക്കുള്ളൂ. അന്നേരം വളരെ ക്രൂരമായ രീതിയിൽ പാവത്തെ പറ്റിയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാണ് നമ്മൾ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ധ്യാനത്തിന് ഞാനിതുവരെയും കൂടിയിട്ടുള്ളതും ഞാനിതുവരെയും കണ്ടിട്ടുള്ളതും ദൈവസ്നേഹം, യേശു രക്ഷകൻ, ആദ്യത്തെ ദിവസത്തെ ക്ലാസ്, പിറ്റേ ദിവസം പാപം, അനുതാപം, സിന്നും റിപ്പൻറ്റൻസും. അന്നേരം ഇതിൻ്റെ സമയത്ത് എനിക്കിപ്പോൾ മനസ്സിലായത് പ്രകാരം നമ്മൾ കൽപ്പനകൾ ശരിക്കും നമുക്ക് ബോധ്യങ്ങൾ തരുന്നു, നമ്മുടെ പാപത്തെപ്പറ്റിയുള്ള ബോധ്യം തരുന്നു. പക്ഷേ അത് നമ്മൾ എങ്ങനെയാണ് ഞങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ഇനിയിപ്പോൾ ന്യൂ ജനറേഷൻ, അതായത് ഞങ്ങൾ എങ്ങനെ ക്രിസ്തുവിനെ പങ്കുവെച്ച് കൊടുക്കണം, ഈ പാവത്തെപ്പറ്റി എംഫസൈസ് ചെയ്യുന്ന, ഞങ്ങളിപ്പം അണക്കര പോലെയുള്ള സ്ഥലങ്ങളിൽ വിട്ട് ഊമാരി ഒന്ന് പീഡിപ്പിച്ചാണ് മാനസാന്തരത്തിൽ കൊണ്ടുവന്ന് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അന്നേരം ഈ പറയുന്നത് പോലത്തെ നമ്മുടെ ഇനിയുള്ള നവീകരണം, ഈ പുതുജീവൻ എന്നുള്ളത് അങ്ങനെ വലിയ സത്യമാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ ചിന്തിക്കുന്നത് ഇനിയുള്ള സമയത്ത് നമ്മളന്നേരം കൂടുതൽ കർത്താവിൻ നൽകുന്ന പുതുജീവനെ പറ്റിയാണോ പാപത്തെ പറ്റിയാണോ? അതാണ് രണ്ടാമത്തെ ചോദ്യം. 1 കുമ്പസാരം, 2 ഇനി എങ്ങനെയായിരിക്കണം നമ്മൾ ഇവ പഠിപ്പിക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്. കുമ്പസാരത്തെക്കുറിച്ച് അങ്ങനെ വിശദമായ ഒരു ക്ലാസ് എടുക്കാഞ്ഞത് ഇതൊരു വളർച്ചാധ്യാനമാണ്. കുമ്പസാരം എന്താണെന്നും സഭയുടെ അധികാരവും, കുമ്പസാരം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. അറിയോ ഇല്ലയോ? അറിയാം. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് വിശദമായിട്ട് എടുക്കാഞ്ഞത്. സഭയ്ക്ക് പാപമോചനത്തിൻ്റെ അധികാരം, വൈദികന്, അതെല്ലാം ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. അതിനൊന്നും യാതൊരു സംശയമില്ല. നമ്മളിപ്പോഴും ഇനി ഇതിൻ്റെ ആ പൂർണ്ണ രൂപത്തിലേക്ക് വരാൻ പോകുന്നുള്ളൂ. ഈ ധ്യാനത്തിൻ്റെ പ്രധാന തീം ദൈവാത്മാവും നമ്മുടെ ആത്മാവുമായിട്ടുള്ള ലയനമാണ്. ഈ ലയനത്തിന് പ്രധാനമായിട്ട് ആവശ്യമായിട്ടുള്ള ഒന്ന് ദൈവനീതിയാണ്. ദൈവനീതി എന്താണെന്നുള്ളതാണ്. പക്ഷെ ആ ദൈവനീതി പൗലോസ്ലീഹ പറഞ്ഞേക്കണ എൻ്റെ പോയിൻ്റ് ഇങ്ങനെയാണ്: അവരുടെ സ്വന്തം നീതിയിൽ ആശ്രയിച്ചത് കൊണ്ട് അവർ ദൈവനീതി എന്തെന്ന് മനസ്സിലാക്കിയില്ല. അവർക്ക് തീഷ്ണതയുണ്ട്, എന്നാൽ ആ തീഷ്ണത ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല. അവർക്ക് ദൈവനീതിയെക്കുറിച്ച് അജ്ഞതയായിരുന്നു. ഇതാണ് നമുക്ക് ഇപ്പോഴും ഞാൻ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നത്, ദൈവനീതി എന്താണെന്നുള്ളത്. പക്ഷെ അത് കുറേ സമയമെടുക്കും അത് മനസ്സിലാകാനായിട്ട്. അതിൻ്റെ മനസ്സിലാകുന്നതിൻ്റെ പ്രോസസ്സിലാണ് നമ്മൾ. അപ്പോൾ ദൈവനീതി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പാപത്തെ അല്ല കോൺസെൻട്രേറ്റ് ചെയ്യുക, കൃപയെയും കരുണയെയും യേശുവിനെയും കൂദാശയിൽ ഞാൻ പറഞ്ഞു, കുമ്പസാരിക്കുമ്പോൾ പാപത്തേക്കാൾ കൂടുതൽ കുമ്പസാരം കൃപയുടെ പ്രവർത്തനമാണോ അല്ലയോ? ആണോ അല്ലയോ? അതാണ്.
പക്ഷെ നമ്മൾ എന്തോ കാരണവശാൽ നമ്മളെ പഠിപ്പിച്ചേക്കണതും സ്റ്റൈലിലും ഈ കൃപയും സൗജന്യമായ പാപക്ഷമയും കൃപയും കരുണയും മുടിയനായ പുത്രൻ വന്നപ്പോൾ മുടിയനായ പുത്രൻ ഒരുപക്ഷെ വലിയൊരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വന്നത്. അയാൾ പറഞ്ഞു, ഞാനിങ്ങനെ നിനക്കെതിരായി പാപം ചെയ്തു പോയി, ഞാനിനി അങ്ങയുടെ മകൻ പോലുമല്ല, എന്നെ ഒരു ഭൃത്യനായിട്ട് കണക്കാക്കിയാൽ മതി. ഇങ്ങനെയെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് അവൻ വന്നത്. അവൻ വലിയൊരു ലിസ്റ്റൊക്കെ എടുത്താണ് വന്നത്. പക്ഷേ ഈ ലിസ്റ്റ് പറയാൻ തുടങ്ങിയപ്പോഴേക്കും പിതാവ് അങ്ങ് കെട്ടിപ്പിടിച്ച് അവനെ ശ്വാസം മുട്ടിച്ച് കളഞ്ഞു. ശരിയാണോ അല്ലയോ? അവന് പറയാൻ പറ്റുന്നുണ്ടോ? പറയാൻ പറ്റും. ഇത് നമുക്ക് അനുഭവമില്ലേ? നമ്മളും പണ്ട് ലിസ്റ്റൊക്കെ ആയിട്ട് കുമ്പസാരിക്കാൻ ചെന്നിട്ടുണ്ട് ഇല്ലേ? ലിസ്റ്റൊക്കെ ആയിട്ട് കുമ്പസാരിക്കാൻ ചെന്ന് കുമ്പസാരം തുടങ്ങിയ വഴി നമ്മളങ്ങ് വാവിട്ട് കരയാൻ തുടങ്ങി. നമുക്ക് പറയാൻ പോലും പറ്റണില്ല പല കാര്യങ്ങളും. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, നിന്റെ സർവ്വ പാപങ്ങളും കർത്താവ് ക്ഷമിച്ചിരിക്കണം. ഇതാ കാരണം നമ്മളുടെ ആ ഹൃദയം ആണ് കർത്താവ് കാണുന്നത്. ഇപ്പം ലിസ്റ്റ് നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ലിസ്റ്റിലെ പാപത്തുമ്പോഴാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ലിസ്റ്റ് ഒരു പ്രാരംഭക്കാർക്ക് എന്താണ് പാപമെന്നറിയാനും ഇന്ന പാപം എന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഉണ്ടാവണം. ഒരു പക്ഷേ ഉപയോഗിക്കപ്പെടാം. പക്ഷെ അതിനേക്കാൾ ഉപരി അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഒരു തള്ളൽ തരും. പരിശുദ്ധാത്മാവ് പാപബോധവും പശ്ചാത്താപവും തരും. അങ്ങനെ ഒന്ന് കുമ്പസാരിക്കുക. അങ്ങനെ കുമ്പസാരിക്കുമ്പോൾ ഈ കൃപ കൊണ്ട് നമ്മൾ നിറയുകയും ദൈവത്തിൻ്റെ നീതിയുടെ മേഖലയിലേക്ക് നമ്മൾ ഉയരും. ദൈവത്തിൻ്റെ നീതിയുടെ മേഖല, ആ നീതിയുടെ ക്ലാസ് ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. ഈസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായോ? അപ്പോൾ ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചിന്തിക്കേണ്ടത്, ഇതെല്ലാം ഈശോ തന്നെ പറഞ്ഞേക്കുന്ന കാര്യമാണ്. ആദ്യം എന്ത് പഠിക്കണമെന്ന് പറഞ്ഞേക്കണേ? ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും എന്തെന്ന് അന്വേഷിക്കുവിൻ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് നമ്മൾ ഇന്നേ വരെ കേട്ടേക്കണത് ഭൗതികമായ എന്തോ കൂട്ടിച്ചേരുമെന്നാണ്. ജോലി കിട്ടിയില്ല, ധ്യാനം കൂടി, ജോലി കിട്ടി. ജോലി കിട്ടിയില്ല, ധ്യാനം വിസ കിട്ടിയില്ല, ധ്യാനം കൂടി, വിസ കിട്ടി. മോളുടെ കല്യാണം നടന്നില്ല, ധ്യാനം കൂടി, കല്യാണം നടത്തും. ആദ്യം ദൈവരാജ്യം അഴിച്ച് ബാക്കി കൂട്ടിച്ചേർക്കും. അതല്ല കൂട്ടിച്ചേർക്കും എന്നോട് പറഞ്ഞിരിക്കുന്നത്. ദൈവരാജ്യവും ദൈവത്തിൻ്റെ നീതിയും മനസ്സിലാകുമ്പോഴാണ് ഈ ദൈവാവിഷ്കരണം നമുക്ക് കിട്ടിയുള്ളൂ. ദൈവം എന്താണെന്നും ആരാണെന്നും സ്വർഗരാജ്യ കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിൽ സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നും യുഗാന്ത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നും ശരീരത്തിൻ്റെ ഉയർപ്പെന്ന് പറഞ്ഞാൽ എന്താണെന്നും ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൻ്റെ കഴിവുകൾ എന്താണെന്നും ആ ശരീരത്തിൻ്റെ ഉയർപ്പിൻ്റെ ശക്തി നമ്മളിൽ ഇന്ന് ജീവിക്കുമ്പോൾ തന്നെ എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ളതും ഇതൊന്നും നമ്മൾ ഈ മേഖലയിലേക്ക് നമ്മൾ പോയിട്ടേ ഇല്ല. പക്ഷെ ഇത് പോകണമെങ്കിൽ നമ്മൾ ആദ്യം ദൈവരാജ്യവും അവിടുത്തെ ഇതിപ്പോൾ ഇത് കഴിഞ്ഞ് നിങ്ങൾ ഈ ദൈവരാജ്യവും ദൈവനീതിയും മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ നിങ്ങൾ ഈ ബൈബിൾ വായിക്കുമ്പോൾ ഇതിലെ ഓരോ സെൻറ്റൻസിനും വളരെ വ്യത്യസ്തമായ അർത്ഥമായിരിക്കും നിങ്ങൾക്ക്. ഇപ്പോൾ യോഹന്നാൻ്റെ മോഹൻദാനെ കുറിച്ച് പറഞ്ഞു. ഈശോ പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. നമ്മൾ എന്തോരം നാൾ കേട്ടേക്കണതാണത്? കേട്ടിട്ടുണ്ടോ? ഇതെല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനായിരിക്കും. ആരേക്കാൾ? സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. ആ യോഹന്നാനേക്കാൾ വലിയവനായിരിക്കും. ആ വ്യക്തി നമ്മൾ ഓരോരുത്തരും ആണ് എന്നത് ഇതിലിപ്പോൾ നമുക്ക് സംശയമില്ലല്ലോ. ഇതെങ്ങനെ മനസ്സിലായി നമുക്ക്? ഇത്രയും നാൾ എന്തുകൊണ്ടിത് മനസ്സിലാക്കിയില്ല? അതാണ് സുവിശേഷത്തിൽ നമ്മൾ മനസ്സിലാകേണ്ടത്. അതാണ് കൂട്ടിച്ചേർക്കപ്പെടും എന്ന് പറയുന്നത്. അത്രയ്ക്ക് വിസ്മയനീയമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം. പക്ഷേ ആ വിസ്മയനീയതയിലേക്ക് പോകാൻ പറ്റാത്തത് നമ്മളിങ്ങനെ ഉപരിപ്ലവ തലത്തിൽ കുടുങ്ങി കിടക്കുന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത ആൾ വരാം.
ഒരു സെക്കൻഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് രാവിലെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരനുഭവം ഉണ്ടായി. സ്തുതിച്ച് ആരാധനയിലെ സ്തുതിപ്പ് നടന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും കൂടെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പം പിന്നെ ഒരു പാടം മുഴുവനും നല്ല വൃത്തിയായി വിളഞ്ഞ് കിടക്കുകയാണ്. കൊയ്ത്തിനാരുമില്ല, ആരെയും കാണുന്നില്ല, എല്ലാം വിളഞ്ഞു കിടക്കുക. അപ്പോഴാണ് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം ആ സമരിയാക്കാരത്തിയുടെ കാര്യം കൃത്യമായിട്ട് തരിക. നമുക്ക് ഇത് വെളിപ്പെടുത്തി തരാനോ കൗൺസിലിങ്ങിനെ പറ്റി ഇപ്പോൾ ഒരു ബ്രദർ പറഞ്ഞു, ചില പിന്നെ വ്യാഖ്യാനങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ചിലർ അത് വഴി ദുഷിച്ച് മാറിപ്പോകുന്ന ഒരവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പോൾ കൗൺസിലിംഗ് എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കൗൺസിലിംഗ് ചെയ്തത് ഈ സമരിയാക്കാരത്തെ യേശുക്രിസ്തുവാണ്. ഈ യേശുക്രിസ്തു കൗൺസിലിംഗ് ചെയ്തതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ സമരിയാക്കാർക്കും യഹൂദർക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല, നിനക്ക് എന്നോട് മിണ്ടാൻ പോലും യോഗ്യതയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഈ വെള്ളം പിന്നെ എന്തിനാ എങ്ങനെ ചോദിക്കുന്നത്? ഈശോ പറയുന്നുണ്ട്, ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിനക്ക് ഒരിക്കലും ദാഹിക്കുകയില്ല, എന്നാൽ അതിഞ്ഞു തന്നേരെ. അപ്പോൾ പറഞ്ഞു, അതിനൊരു വ്യവസ്ഥയുണ്ട്, ഒരു കണ്ടീഷനുണ്ട്, നീ നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. ഈശോ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ഹൃദയരഹസ്യം അറിയണമെങ്കിൽ കൗൺസിലിങ്ങിന് ഈശോയാണ് കൗൺസിലിങ് ചെയ്യേണ്ടത്. അത് നമുക്ക് വെളിപ്പെടുത്തി കിട്ടണമെങ്കിൽ നമ്മൾ ഈശോയെ വളരെ നേരം ധ്യാനിച്ചിരുന്ന അനുഭവത്തിലാകണം. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു വരുന്നത്, ഈ കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ ബ്രദർ തോമസ് പോളിൻ്റെ ഒരു ശുശ്രൂഷ ശാലോമിൽ നടന്നുകൊണ്ടിരുന്നത്, ഞാൻ കുളിക്കുന്ന സമയമായിരുന്നുകൊണ്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഞാൻ ബ്രദറിൻ്റെ ആയിരുന്നു. അയ്യോ അതൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ഞായറാഴ്ച ബേബിച്ചായൻ്റെ അടുത്ത് വന്ന് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബേബിച്ചായൻ പറഞ്ഞു, ബ്രദറിൻ്റെ ശുശ്രൂഷയാണ് ക്രിസ്ത്യോതിയിൽ. അപ്പോൾ എൻ്റെ ആഗ്രഹം കർത്താവ് അന്നേരെ നടത്തി തന്നു. അതൊരു വലിയ അത്ഭുതമാണ്. അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തി തരാനോ നമുക്കിത് പറഞ്ഞു തരാനോ മലയാളത്തിൻ്റെ പോലും ഗ്രാമർ അറിയത്തില്ല. ആരോട് എപ്പോൾ പറഞ്ഞു സന്ദർഭം കുറിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, മലയാളത്തിൻ്റെ ഗ്രാമർ എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ആരോട് എപ്പോൾ പറഞ്ഞതാണ്? സമരിയാക്കാരത്തിയോട് ഈശോ പറഞ്ഞതാണ്, 26-ാം തിരുവചനം, ഞാൻ നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. ഉണ്ടോ? അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇത് പറഞ്ഞു തരാൻ ഈ സമയം വരെ ഈശോ വന്നിട്ട് 2016-ാമത്തെ വർഷമായിട്ടും നമുക്കിതിൻ്റെ വ്യാഖ്യാനങ്ങൾ വെളിപ്പെടുത്തി തരാൻ ഇന്നും ആരുമില്ല. നിന്നെ അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെ ഉപേക്ഷിച്ച് എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നു. അപ്പോൾ അപ്പനെയും അമ്മയും ഉപേക്ഷിക്കാനല്ല പറഞ്ഞത്, നിങ്ങൾ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. അതാണ് പറഞ്ഞത്. നമുക്ക് വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. മർക്കോസ് 12:24 കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ വെളിപാട് 3:19-20 വചനം പറഞ്ഞിരിക്കുക, ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവിടെ പ്രവേശിക്കും, നിങ്ങളോടുകൂടെ ഭക്ഷണം കഴിക്കും, അവിടെ താമസിക്കുകയും ചെയ്തു. 1 യോഹന്നാൻ 3 ലേഖനത്തിൽ പറഞ്ഞിരിക്കുക, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് എന്ന് ഇതും നമ്മൾ തിരിച്ചറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നമ്മൾ കൗൺസിലിംഗ് വേണ്ടെന്ന് വിചാരിക്കരുത്. ഇല്ലല്ലോ, കൗൺസിലിംഗ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന കൗൺസിലിംഗ് നല്ലതാണ്. അതിൽ ജ്ഞാനത്തിന് കൂടുതൽ മുൻതൂക്കം കൊടുക്കണം. അതാണ് ദൈവിക ജ്ഞാനം. നമുക്ക് കിട്ടുന്ന ദർശനങ്ങൾ മാനുഷിക ജ്ഞാനത്തിലൂടെ വ്യാഖ്യാനിക്കരുത്. മാത്രമല്ല ഭൗതിക കാര്യങ്ങളല്ല, ആത്മീയ കാര്യങ്ങളാണ് കൗൺസിലിങ്ങിന് ആവശ്യം. ഭൗതികമായ കാര്യം, ഇപ്പോൾ ഒരു ഫാക്ടറി പണിയാൻ ദർശനം എടുത്ത് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഫാക്ടറി പണിയാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ദർശനം കിട്ടും. പക്ഷെ ആ ദർശനത്തിൻ്റെ അർത്ഥം ആ വ്യക്തിയുടെ ആത്മീയ കാര്യത്തിന് വേണ്ടിയുള്ള നവീകരണത്തിന് വേണ്ടിയായിരിക്കും.
അത് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിലൂടെ വ്യാഖ്യാനിക്കണം. പ്രൈസ് ദി ലോർഡ്.